ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലോട്ടേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി റെഡിയായി നമ്മുടെ കുഞ്ഞുവാവനെ കാണാൻ പോണേണ്. അപ്പൊ കുഞ്ഞുവാവനെ മാത്രമല്ല ഇന്ന് കടക്കര വീട്ടിലും പോണം. ഞാൻ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ കടക്കര വീട്ടിലേക്കും കൊച്ചു ബേബിനാണ് കൊച്ചു ബേബി എന്നാണ് എൻ്റെ വായിൽ വന്നത്. അപ്പൊ വാവനെ കാണാനായിട്ട് പോണത് കുറേ ദിവസത്തിന് ശേഷമാണ്. നമുക്ക് കുറച്ച് ചുമ പനി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അവൻ കുഞ്ഞല്ലേ, അപ്പൊ അവൻ്റെ അടുത്ത് പോകാനുണ്ടായില്ല. വീഡിയോ കോൾ ഇങ്ങനെ ചെയ്ത് കാണൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കറക്റ്റ് ദിവസം പറയുകയാണെങ്കിൽ 10 ദിവസമായി ഞാൻ വാവനെ കണ്ടിട്ട്. അവൻ വന്നിട്ട് ഇന്നത്തേക്ക് 16 ദിവസമായെങ്കിലും 10 ദിവസമായി ഞാൻ വാവനെ കണ്ടിട്ട്. കാരണം എൻ്റെ കഴിയുമ്പോഴേക്കും സുധുവിന് തുടങ്ങി. സുധുവിൻ്റെ അങ്ങനെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം വാവയുടെ അടുത്ത് അങ്ങനെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാനാണെങ്കിൽ ഇന്നലെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായി. ഇന്നിപ്പോൾ എല്ലാം ഓക്കെ ആയി കഴിഞ്ഞാൽ തന്നെ ഞാനിങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ എഴുന്നേറ്റോടെ തന്നെ പോകണമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടുത്തെ ജോലിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചതിന് ശേഷം നമ്മളിന്ന് കൂടുതൽ സമയം അവൻ്റെ അടുത്ത് ഇരിക്കാന്നുള്ള ഇതിലാണ് പോണത്. ആദ്യം നമുക്ക് കടക്കരയിലോട്ട് പോവാം. പിന്നെ പോണ വഴിക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കണം. പിന്നെ നമ്മളന്ന് കഴിഞ്ഞ വീഡിയോയിൽ കണ്ട നമ്മുടെ നെയിൽ കട്ടർ എടുത്തിട്ടുണ്ട്. മറക്കാതിരിക്കാൻ വേണ്ടി ഞാൻ കയ്യിൽ ഹെൽമെറ്റിൻ്റെ അവിടെ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇന്നലെ ഞാൻ കണ്ണനെ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു, എടാ ഇങ്ങനെ ഒരു സാധനം മേടിച്ച് വെച്ചിട്ട് നീ വഴി വരണമെങ്കിൽ കയറണമെന്ന്. പക്ഷേ വേണ്ട, ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുക്കാൻ കരുതി. പിന്നെ അവന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. ശ്രുതിക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് മേടിച്ചും പറഞ്ഞും ഒക്കെ നമുക്ക് ഇങ്ങനെ നമ്മുടെ സിന്ധോമനെ പോയി ആദ്യം കാണണം. സിന്ധോമനെ കണ്ടിട്ട് കുറേ ദിവസമായി, വിഷുവിന് ഒന്നന്ന് കണ്ടതാണ്. അപ്പം നേരെ നമുക്ക് ആദ്യം കടക്കരയിലോട്ട് പോകാം. എന്നിട്ട് കടക്കരയിൽ കയറിയിട്ട് നമുക്ക് അമ്മനെയൊക്കെ കൂട്ടിയിട്ട് നമുക്ക് വാവയുടെ അടുത്ത് വരാമെന്നൊക്കെ ഉള്ള പ്ലാനിലാണ് പോകുന്നത്. അപ്പം എന്തായാലും സമയം കളയാതെ നമുക്ക് വാവനെ കാണാൻ പോകട്ടെ. കൊതിയായിട്ട് പാടില്ല വാവനെ കാണാനായിട്ട്, കുറേ ദിവസമായില്ലേ. നമുക്ക് എല്ലാവർക്കും കൂടി പോയിട്ട് ഒരുമിച്ച് കാണാം. വാ. അങ്ങനെ ഞങ്ങൾ പറവൂരെത്തിയിട്ട് പറവൂർ ഞങ്ങൾ അധികം കടയിലൊന്നും കയറാൻ നിന്നില്ല. നമുക്കറിയാം നമ്മുടെ KMK ജംഗ്ഷനിൽ തുളസി എന്ന് പറഞ്ഞ കടയിൽ നമുക്ക് വേണ്ട കട കാണുമ്പോൾ നമുക്കൊരു ലുക്കായിട്ട് തോന്നൂലെങ്കിലും ആ കടയിൽ നമുക്ക് വേണ്ട നമ്മൾ പണ്ട് കളിച്ചിട്ടുള്ള പല കളിപ്പാട്ടങ്ങളും ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു കേട്ടോ. വേറെ 5-6 കടകളിൽ കയറുന്നേക്കാൾ ഞാൻ ഉദ്ദേശിച്ച കുറച്ച് പഴയ കളിപ്പാട്ടങ്ങൾ, അല്ലാതെ പുതിയ ന്യൂജൻ കളിപ്പാട്ടങ്ങളൊന്നും ഞാൻ നോക്കിയില്ല കേട്ടോ. അതൊക്കെ അവൻ കളിക്കാനൊക്കെ തുടങ്ങുമ്പോൾ സെറ്റാവാം. ഇപ്പം അവനിങ്ങനെ കാണാൻ പറ്റുന്നതും കറങ്ങണതും ഒച്ചയേക്കുന്നതുമായ സാധനങ്ങളൊക്കെ മേടിക്കാമെന്ന് കരുതി. അങ്ങനെ ഞാനാണെങ്കിൽ ഇങ്ങനെ കണ്ണി കണ്ടതെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടുത്തെ ചേച്ചിമാരാണെങ്കിൽ നമ്മുടെ നല്ല കൂട്ടുകാരാണ് കേട്ടോ. അപ്പോൾ അവരെനിക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്തു തന്നിട്ട് എന്നോട് പറഞ്ഞ് കുറച്ചും കൂടി ആവട്ടെ വാവാന്ത് കഴിഞ്ഞിട്ട് അത് മേടിച്ചാൽ മതി ഇത് മേടിച്ചാൽ മതി എന്നൊക്കെ വീട്ടിൽ നമുക്ക് അമ്മയൊക്കെ പറയണ പോലെ തന്നെ. ഇതിപ്പോൾ ഞാൻ മേടിച്ചുകൊണ്ട് ചെല്ലുമ്പോഴും വീട്ടിൽ നിന്ന് പറയാൻ പോണ കാര്യം കടയിൽ നിന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണായിരുന്നു കേട്ടോ. എന്നാലും എനിക്ക് മനസ്സിനൊരു സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഉണ്ടടാ അമ്മയും കണ്ണനും കൂടി ചോറൊക്കെ കഴിക്കാൻ വേണ്ടി. രാവിലെ അവിടെ ചോറായിരുന്നു. അപ്പോൾ വേഗം തന്നെ അവിടെ നിന്ന് ചോറൊക്കെ വാങ്ങിച്ച് സുതപ്പന് ചോറ് കൊടുത്തപ്പോൾ അതിൽ നിന്ന് എല്ലാവരുടെയും നിന്ന് ഒരേ പിടിയൊക്കെ വാങ്ങിച്ചൊക്കെ കഴിച്ച് അങ്ങനെ നോക്കിയപ്പോൾ കുറേ മാങ്ങയൊക്കെ അമ്മ നമ്മുടെ മാവിൽ നിന്നും തലേ ദിവസം നല്ല കാറ്റും മഴ ആയതുകൊണ്ട് തന്നെ അപ്പുറത്തെ വീട്ടിലെ കൊമ്പൊടിഞ്ഞിട്ട് അതിൽ നിന്ന് നമ്മുടെ വീട്ടിലെ മാങ്ങ കൊണ്ട് നല്ല ബഹളമയം. പിന്നെ ഞാൻ വേഗം വീടൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി അടിച്ചു വാരിയൊക്കെ ഇട്ട് അമ്മ തുടച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ബെഡ്ഷീറ്റൊക്കെ വിരിക്കാനൊക്കെ ഉണ്ടായി. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചതിന് ശേഷം നമ്മുടെ പേരൊക്കെ ഉണ്ടായി. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ. അപ്പോൾ എന്നാലും ഞാൻ ഒന്നും കൂടി പോയി നോക്കിയതാണ്. കഴിഞ്ഞ ദിവസം എടുത്തെന്നൊക്കെ പറഞ്ഞാലും ഒന്നുകൂടി പോയി നോക്കിയപ്പോൾ എനിക്ക് 2-3 പേരൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അച്ഛനുള്ളപ്പോഴായിരുന്നു പേരൊക്കെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് തരുമായിരുന്നു. വരുന്ന സമയമാകുമ്പോൾ പേരൊക്കെ പൊട്ടിച്ചിട്ട് തരും. വന്നിട്ട് നമ്മൾ പൊട്ടിക്കേണ്ട പാടൊന്നും ഉണ്ടാവാറില്ല, പൊട്ടിച്ചൊക്കെ വെച്ചിട്ടുണ്ടാവും ആള്. അപ്പോൾ ഇപ്പം ഞാൻ പൊട്ടിച്ച് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഫ്രഷായിട്ട് മരത്തിൽ നിന്ന് പറിച്ച് പേരൊക്കെ കഴിക്കുമ്പോൾ നല്ല രസമുണ്ടാവും. നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്നേക്കാളും നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. പിന്നെ അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് വർത്താനം പറഞ്ഞ് അപ്പം അമ്മ അവിടെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കണായിരുന്നു. അങ്ങനെ സുതപ്പനെയും കൊടുത്ത് അമ്മയ്ക്കുള്ളതൊക്കെ എടുത്ത് കൊടുത്ത്. സുധുവാണെങ്കിൽ പേരൊക്കെ ഒന്നും തിന്നാത്ത ആളാണ്. പക്ഷെ എന്തോ ഫ്രഷ് പേരൊക്കെ കണ്ടപ്പോഴേക്കും ചെക്കനും കമുകും മൂന്നൊക്കെ പറഞ്ഞ് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും കണ്ണനാണെങ്കിൽ വാവയുടെ അടുത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാനും അമ്മയും കൂടി പോകാനിറങ്ങാന്നൊക്കെ പറഞ്ഞിരിക്കണായിരുന്നു. പക്ഷെ അമ്മയ്ക്കാണെങ്കിൽ ഒരാവശ്യം ഉണ്ടായിരുന്നു, ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാനുണ്ടായിരുന്നു. അപ്പം അമ്മ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വന്നോളാം, നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞു. അപ്പം ഞാനാണെങ്കിൽ അമ്മനെ ഇങ്ങനെ ഒരേ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്തോണ്ടിരിക്കുക. അപ്പം അമ്മ ഇത് പണ്ടത്താവ് പണ്ടുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ തന്നെ, സുധു പണ്ട് ഉപയോഗിച്ചിരുന്ന പോലത്തെ സാധനങ്ങളൊക്കെ തന്നെയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ വർത്താനം പറയാം. അപ്പം അമ്മ പറയും പിന്നെ ആളിപ്പം ഇതെല്ലാം കാണും, നീ അങ്ങോട്ട് ചെല്ല്, ആള് നല്ല ഉറക്കത്തിലായിരിക്കുള്ളൂ ഇപ്പം എന്നൊക്കെ പറയണ കേട്ടോ. എന്നാലും ഞാൻ പറയും കുത്തിപ്പൊക്കി ഞാൻ കാണിക്കും. പിന്നെ
നെയിൽ കട്ടർ ഞാൻ അമ്മക്ക് കാണിച്ചു കൊടുക്കണമായിരുന്നു കേട്ടോ. അമ്മ ഇതുവരെ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇതെന്ത് സാധനം, ഇത് പറ്റുമോ ചെയ്യാനായിട്ട്, ശ്രുതിയുടെ അടുത്ത് കൊടുക്കട്ടാ ചെയ്യാനായിട്ട്, പറ്റുമെങ്കിൽ മാത്രം ഇപ്പം ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. അതല്ലെങ്കിൽ കുഞ്ഞുവാവക്ക് നമുക്ക് എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്കൊരാകാംക്ഷ ആയിരിക്കുമല്ലോ. ബാക്കിയുള്ള കളിപ്പാട്ടം പോലെയല്ലല്ലോ നെയിൽ കട്ടർ. കുഴപ്പമില്ല, അത് അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ നോക്കി പറ്റുമോ ഇല്ല എന്നൊക്കെ നോക്കി. പിന്നെ ദേ ഈ തത്തനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാ. പിന്നെ പണ്ടത്തെ ശരിക്കും ഒരുപാട് ഞങ്ങളൊക്കെ ചെറുതിലായിരുന്നപ്പോൾ കണ്ടിട്ടുള്ള തത്തനെയൊക്കെ എനിക്ക് കിട്ടി. പിന്നെ വണ്ടിയാണല്ലോ നമ്മുടെ വീട്ടിലെല്ലാവരുടെയും മെയിൻ താരം. അപ്പം ഞാനൊരു ചെറിയ കാറൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ മേടിച്ച് നമ്മൾ ശ്രുതിയുടെ അടുത്ത് എത്തി. കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ ദേ കണ്ണനാണെങ്കിൽ നെയിൽ കട്ടർ എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കണേണ്. അതിനുശേഷം വാവനെ കുറച്ച് നേരമൊക്കെ എടുത്ത് കുറച്ച് നേരം അങ്ങനെ എടുത്ത് ആളെ ഞാൻ എഴുന്നേൽപ്പിക്കാൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും ആളങ്ങോട്ട് എനിക്ക് പിടി തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറേ അധികം സമയം ഇരുന്നു കേട്ടോ. അധികം സമയം ഇരുന്നപ്പോഴേക്കും അമ്മയും എത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അമ്മ ഇല്ല പാട്ടൊക്കെ പാടിക്കൊടുക്കുന്നുണ്ടായിരുന്നു. ഇല്ല എന്ന് പറയുമ്പോഴേക്കും അവൻ മിണ്ടാതിരിക്കും. അങ്ങനെ നമ്മുടെ കൊച്ചു ബേബിനെയൊക്കെ കണ്ട് തിരിച്ച് പോന്നു. പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം കറിയൊക്കെ വെക്കണമായിരുന്നു. പിന്നെ ചാള മേടിച്ച് ചാളനെ ഒരു മസാല കറി പോലെ എല്ലാം മാങ്ങയൊക്കെ ഇട്ട്, ഞാൻ മാങ്ങ ഇത്തിരി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മാങ്ങയൊക്കെ ഇട്ടിട്ട് ഒരു കറിയാക്കാൻ എഴുതിയപ്പോഴും സുതപ്പൻ്റെ മീൻകുട്ടന്മാർ കുറച്ചൊക്കെ ആയിട്ടുണ്ട്, കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടുണ്ട്. അവരെ മാറ്റലും പരിപാടികളിലൊക്കെ ആയിരുന്നു. പിന്നെ മീൻകറി ഞാൻ ഇങ്ങനെ വേഗം തന്നെ അടപ്പത്തേക്ക് വെച്ച് അങ്ങനെ ഞങ്ങൾ രാത്രി ചോറൊക്കെ കഴിച്ച് കിടന്ന്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.